Internal check with regard various transactions for internal check with regards cash receipts, internal check with regard petty cash payments and cash payments, internal check with regard wages, internal check with regard credit sales. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇന്റേണൽ ചെക്ക് വിത്ത് റിഗാർഡ്സ് സെയിൽസ് റിട്ടേൺസ്, ഇന്റേണൽ ചെക്ക് വിത്ത് റിഗാർഡ് സ്റ്റോർസ്. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്റേണൽ ചെക്ക് വിത്ത് റിഗാർഡ് ഇന്റേണൽ ചെക്ക് റിഗാർഡിംഗ് ടു സെയിൽസ് റിട്ടേൺസ്. ഇന്റേണൽ ചെക്ക് വിത്ത് റിഗാർഡ് ഗുഡ്സ് സെയിൽസ് റിട്ടേൺസ്. All goods returned by the customer should be recorded in a goods inward book. ഗുഡ്സ് റിട്ടേൺ ചെയ്തതൊക്കെയോ ഗുഡ്സ് ഇൻവാർഡ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഇന്റേണൽ ചെക്ക് ചെയ്യുന്ന ഇതായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തത്, all goods returned should be recorded in goods inward book. ഗുഡ്സ് ഇൻവാർഡ് ബുക്കിൽ എന്ത് ചെയ്യണം? എല്ലാ ഗുഡ്സ് റിട്ടേൺസും എഴുതി വെക്കണം. രണ്ടാമത്തത്, സെയിൽസ് റിട്ടേൺ ആർ അപ്രൂവ്ഡ് ബൈ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. എല്ലാ സെയിൽസ് റിട്ടേണും എന്തായിരിക്കണം? ഒരു റെസ്പോൺസിബിൾ ഒഫീഷ്യൽ എന്ത് ചെയ്തിരിക്കണം? അപ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഹയറായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഒരു സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സെയിൽസ് റിട്ടേൺ ആയി മാറുള്ളൂ. മൂന്നാമത്തത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗുഡ്സ് റിട്ടേൺഡ് when received should be sent to the dispatch department. അതെന്ത് ചെയ്യണം? റിസീവ് ചെയ്താൽ ഡിസ്പാച്ച് ഡിപ്പാർട്ട്മെന്റ് സെൻഡ് ചെയ്യണം. ചെക്ക് ഇറ്റ് ദെൻ സെൻഡ് ടു ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. അത് ചെക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യണം? സെൻഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ്, ക്രെഡിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അത് സൈൻ ചെയ്യുന്നത് ഒക്കെ റെസ്പോൺസിബിൾ ഓഫീഷ്യൽ ആയിരിക്കണം. അത് ബിഫോർ ഇറ്റ് ഈസ് സെൻഡ് ടു ദി കസ്റ്റമർക്ക് സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന റെസ്പോൺസിബിൾ ഓഫീഷ്യൽ അതെന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം. Then the details of credit note should be entered in the sales return book. Credit note ന്റെ ഡീറ്റെയിൽസ് സെയിൽസ് റിട്ടേൺ ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യണം. ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ടുള്ള ഇന്റേണൽ ചെക്ക് സിസ്റ്റം എന്നുള്ളത് ഈ രീതി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിന് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഒന്നുകൂടി പറയാ, സെയിൽസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സെയിൽസ് റിട്ടേൺസും എന്ത് ചെയ്തിരിക്കണം? ഗുഡ്സ് ഇൻവാർഡ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. എല്ലാ സെയിൽസ് റിട്ടേൺസും അപ്രൂവ്ഡ് റെസ്പോൺസിബിൾ ഒഫീഷ്യൽ അപ്രൂവ് ചെയ്തതായിരിക്കണം. അതേപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുള്ളത് ഡിസ്പാച്ച് ഡിപ്പാർട്ട്മെന്റിനും അവിടെ നിന്ന് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്തിരിക്കണം? കൈമാറണം. ദെൻ ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സൈൻ ചെയ്യുന്നു, അത് കസ്റ്റമർക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് അത് റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ആയിരിക്കണം. ദെൻ പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ക്രെഡിറ്റ് നോട്ട് സെയിൽസ് റിട്ടേൺ ബുക്കിൽ എൻ്റർ ചെയ്യുകയും ചെയ്യണം. ഇത്രയാണ് സെയിൽസ് റിട്ടേൺ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൽ ചെയ്യാനുള്ളത്. ഇന്റേണൽ ചെക്ക് റിഗാർഡിംഗ് സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റേണൽ ചെക്ക് സിസ്റ്റത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ. സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ഏതൊരു മാനുഫാക്ചറിങ് കൺസേണിലും സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതുകൊണ്ട് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ,
സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, റോ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിലും പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിലും, മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിലും പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഓരോ ഓർഗനൈസേഷന്റെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ത്, സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് എന്ത് ചെയ്യുന്നു, അത് പിൽഫറേജ് ഒക്കെ, തഫ്റ്റ്, മിസ്യൂസ് ഓഫ് മെറ്റീരിയൽ ഒക്കെ എന്ത് ചെയ്യും, തടയാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോർസ് കൺട്രോള് ആവശ്യമായി വരുന്നത്. ഇത് സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിൽ ചില ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട് സ്റ്റോർസുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്നാമത്തെ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. രണ്ടാമത് receipt of stores, preservation of stores, issue of stores, then recording and maintenance of store records. ഇത്രയാണ് ഇന്റേണൽ ചെക്ക് സിസ്റ്റംസ് റിഗാർഡിംഗ് സ്റ്റോർ ആയിട്ടുള്ളത്. ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, പിന്നെ റെസീറ്റ് ഓഫ് സ്റ്റോറായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രിസർവേഷനായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇഷ്യൂ ഓഫ് സ്റ്റോറായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, റെക്കോർഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർ റെക്കോർഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് എടുത്ത് നോക്കിയാൽ, ജനറൽ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു കൺവീനിയൻറ്റ് പ്ലേസ് ഒരു സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ എ കൺവീനിയൻറ്റ് പ്ലേസ്. ഒരു കൺവീനിയൻറ്റ് പ്ലേസിൽ എന്തായിരിക്കണം, സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കണം. അത് ഓർഗനൈസേഷൻ്റെ ലേഔട്ടിൽ അതിനൊരു കൺവീനിയൻറ്റ് പ്ലേസ് നൽകിയിരിക്കണം. ദ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ എ കൺവീനിയൻറ്റ് പ്ലേസ് ഇൻ ദി ഓർഗനൈസേഷൻ ലേഔട്ട്. അതുപോലെ തന്നെ ഫെസിലിറ്റീസ് ഷുഡ് ബി സഫിഷ്യൻ്റ് ആയിരിക്കണം. A facility in stores should be sufficient so that materials and goods may not be misplaced, wasted, stolen. മിസ്പ്ലേസ് ചെയ്യാനോ വേസ്റ്റഡ് ആവാനോ സ്റ്റോളൻ ആവാനോ ഇടയാകാതെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലം ലഭ്യമാക്കുകയാണെങ്കിൽ ലഭ്യമാക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ പറയുന്നത് സിസ്റ്റം ഓഫ് കോഡ് നമ്പേഴ്സ്. കോഡ് നമ്പേഴ്സ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ടു ഈച്ച് സ്റ്റോർ ഐറ്റം. ഓരോ സ്റ്റോർ ഐറ്റത്തിനും ഒരു കോഡ് നമ്പർ ഉപയോഗിക്കണം. ഇത് അൺഓതറൈസ്ഡ് പർച്ചേസിന് എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യും. അതേപോലെ തന്നെ അഡ്മിഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് സ്റ്റാഫ് ടു ബി കൺട്രോൾഡ്. അഡ്മിഷൻ ഓഫ് എംപ്ലോയീസ് ഹാസ് ടു ബി കൺട്രോൾഡ്. അതെന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്തിരിക്കണം, റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം. എംപ്ലോയീസിൻ്റെ ഉള്ളിലേക്ക് കടക്കാനും പ്രവേശിക്കാൻ അഡ്മിഷൻ എന്തായിരിക്കണം, റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം, കൺട്രോൾഡ് ആയിരിക്കണം. ദെൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോർ ഐറ്റം ഷുഡ് ബി മെയ്ഡ് കമ്പൽസറി ബൈ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഡയറക്ടേഴ്സ്. ഫിസിക്കൽ വെരിഫിക്കേഷന് നിർബന്ധമാക്കണം, അത് ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റാഫും ഡയറക്ടേഴ്സും ചേർന്നിട്ട്. Then next, purchase function and store keeping function should be separate. ഇത് രണ്ടും. ഇപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കൺവീനിയൻറ്റ് പ്ലേസ് ഉണ്ടായിരിക്കണം, ഫെസിലിറ്റീസ് ഷുഡ് ബി സഫിഷ്യൻ്റ് ആയിരിക്കണം, സിസ്റ്റം ഓഫ് കോഡ് നമ്പേഴ്സ് ഉപയോഗിക്കണം, അഡ്മിഷൻ ഓഫ് എംപ്ലോയീസ് ഹാസ് ടു ബി കൺട്രോൾഡ്, ഫിസിക്കൽ വെരിഫിക്കേഷൻ, പർച്ചേസ് ഫംഗ്ഷൻ ആൻഡ് സ്റ്റോർ കീപ്പിംഗ് ഫംഗ്ഷൻ ഷുഡ് ബി സെപ്പറേറ്റ്. ഇത്രയാണ് എന്ത് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്. നെക്സ്റ്റ് എന്തൊക്കെയാണ് റെസീറ്റ് ഓഫ് സ്റ്റോർസ് ആയിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. On receipt of goods, the storekeeper should prepare a good received note in triplicate. Triplicate ആയിട്ട് goods received note എന്ത് ചെയ്തിരിക്കണം, പ്രിപ്പയർ ചെയ്തിരിക്കണം. രണ്ടാമത്തത് വൺ കോപ്പി ഓഫ് നോട്ട്. ഈ ഇതിൽ വൺ കോപ്പി ഓഫ് നോട്ട് എന്ത് ചെയ്തിരിക്കണം, പർച്ചേസ് ഗുഡ്സ് റിസീവ്ഡ് നോട്ടിന്റെ വൺ കോപ്പി ഓഫ് എന്ത് ചെയ്യണം, വൺ കോപ്പി ഓഫ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഷുഡ് ബി സെൻഡ് ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. അത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് സെൻഡ് ചെയ്യണം. ദെൻ അതിന്റെ സെക്കൻഡ് കോപ്പി ടു ദി അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിന് സെക്കൻഡ് കോപ്പിയും വെക്കണം. ആൻഡ് തേർഡ് കോപ്പി ഷുഡ് ബി റിട്ടൈൻഡ് ഇൻ ദി സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്. തേർഡ് കോപ്പി എന്ത് ചെയ്യണം, റിട്ടൈൻ ചെയ്ത് വെക്കുകയും ചെയ്യണം. ദെൻ ഓൺ അറൈവൽ ഓഫ് ഗുഡ്സ് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ, ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക,
ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്തിരിക്കണം? ഷുഡ് പ്രോപ്പർലി ചെക്ക് ആൻഡ് ഷാൾ ആക്സെപ്റ്റ് ഇറ്റ്. എന്ത് ചെയ്യണം? പ്രോപ്പർലി ചെക്ക് ചെയ്യുകയും എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. ദെൻ റെസീറ്റ് ഓഫ് ഗുഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട് all details about store item should be noted in the bin card. ബിൻ കാർഡിൽ എല്ലാ സ്റ്റോർ ഐറ്റത്തിൻ്റെയും ഡീറ്റെയിൽസ് രേഖപ്പെടുത്തി വെക്കണം. ഗുഡ്സ് റിസീവ്ഡ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ദി അലോട്ടഡ് പ്ലേസ്. ഗുഡ്സ് റിസീവ് ചെയ്തത് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യുന്നത് അലോട്ടഡ് പ്ലേസിലായിരിക്കണം. അതിനായിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള ഷെൽവ്സ്, റാക്സ്, ബിന്ന്, റാക്ക്, ഷെൽവ്സ് ഇതിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? കീപ്പ് ചെയ്യേണ്ടത്. അപ്പം പ്രിസർവേഷൻ റെസീറ്റ് ഓഫ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റെസീറ്റ് ഓഫ് ഗുഡ് സ്റ്റോർസ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഗുഡ്സ് റിസീവ് നോട്ട് ട്രിപ്ലിക്കേറ്റ് തയ്യാറാക്കുക. അതിലൊരു കോപ്പി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്, മറ്റൊരു കോപ്പി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ഒരു കോപ്പി റിട്ടേൺ ചെയ്ത് വെക്കുക. ദെൻ ഗുഡ്സ് അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സ്റ്റോർ കീപ്പർ പ്രോപ്പർലി ചെക്ക് ചെയ്യുക, എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുക. ഗുഡ്സ് റിസീവ്ഡ് സ്റ്റോർ ഇൻ അലോട്ടഡ് പ്ലേസിൽ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. സ്റ്റോർ കീപ്പർ അത് എന്ത് ചെയ്യണം? അലോട്ടഡ് പ്ലേസിൽ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. ഓൾ ഡീറ്റെയിൽസ് അബൌട്ട് ഐറ്റംസ് എന്ത് ചെയ്തിരിക്കണം? ബി നോട്ടഡ് ഇൻ ദി ബിൻ കാർഡ്. ബിൻ കാർഡിൽ അത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യണം. ഇത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ ഇഷ്യൂ ഓഫ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഇഷ്യൂ ഓഫ് സ്റ്റോർസിൻ്റെ പ്രൊസീജിയർ ഷുഡ് ബി ഓൺലി ഇഷ്യൂ ഓഫ് സ്റ്റോർസ് ഷുഡ് റിക്വസിഷൻ സ്ലിപ്പിന് അഗേൻസ്റ്റ് ആയിട്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ആ റിക്വസിഷൻ സ്ലിപ്പ് എന്ത് ചെയ്തിരിക്കണം? സൈൻഡ് ബൈ ദി ഹെഡ് ഓഫ് ദി കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം. മാത്രമല്ല ഈ റിക്വസിഷൻ സ്ലിപ്പ് ഡിഫറെന്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഇഷ്യൂ ഓഫ് സ്റ്റോർ ഷുഡ് ബി മെയ്ഡ് ഓൺലി അഗേൻസ്റ്റ് ദി റിക്വസിഷൻ സ്ലിപ്പ് received from the department concerned. Head of the department should have signed the requisition slip. When it is convenient to use different colors of requisition slip to different department. Then official clerk should be in charge of issue of stores ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഒഫീഷ്യൽ ക്ലർക്ക് എന്ത് ചെയ്തിരിക്കണം? ഷുഡ് ബി ഇൻ ചാർജ് ഉണ്ടായിരിക്കണം. പിന്നെ ഇഷ്യൂ ചെയ്തതിന് ശേഷം റിക്വസിഷൻ സ്ലിപ്പ് അഗേൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്തതിന് ശേഷം സ്റ്റോർ കീപ്പർ ഷുഡ് റെക്കോർഡ് അതിന് ബിൻ കാർഡ് റെക്കോർഡ് ചെയ്യണം. അതിനുശേഷം ആഫ്റ്റർ റെക്കോർഡിങ് സെൻഡ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് ടു ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ആ മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ത് ചെയ്തിരിക്കണം? മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യണം. വെനെവർ അത് എപ്പോഴാണോ സ്റ്റോർസ് റിട്ടേൺ ചെയ്യുന്ന സമയം, ആ സ്റ്റോർ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റോർ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ചില ജോബിന്റെ ഏതെങ്കിലും ചില ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റോർ റിട്ടേൺ ആവും. ആ റിട്ടേൺ ആകുന്നുണ്ടെങ്കിൽ സ്റ്റോർ റിട്ടേൺ നോട്ടിൽ എന്ത് ചെയ്തിരിക്കണം? പ്രിപ്പയർ ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് റെക്കോർഡ് ഇൻ ദി ഗേറ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ഇൻ ദി ഗേറ്റ് ബുക്ക്. അതുപോലെ പ്രിപ്പയർ എന്താണ് ഈ സ്റ്റോർ റിട്ടേൺ നോട്ട്. Gate pass should be issued to those persons who are authorized to take out goods from the store. സ്റ്റോറിൽ നിന്ന് ഗുഡ്സ് എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ഗേറ്റ് പാസ് നൽകാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ഓഫ് സ്റ്റോർസുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ റിക്വസിഷൻ സ്ലിപ്പ് ഉണ്ടായിരിക്കും ഡിഫറെന്റ് കളേഴ്സിൽ. അതിൻ്റെ കൺസേൺഡ് ഹെഡ് ആണ് അത് എന്ത് ചെയ്യേണ്ടത്? കൺസേൺഡ് ഹെഡാണ് അത് എന്ത് ചെയ്യേണ്ടത്? കൺസേൺഡ് ഹെഡാണ് അത് എന്ത് ചെയ്യേണ്ടത്? സൈൻ ചെയ്യേണ്ടത്. ദെൻ ഒഫീഷ്യൽ ക്ലർക്ക് ഇൻ ചാർജ് അതിനായിട്ടുണ്ടാവും.
പിന്നെ പറഞ്ഞത് ഇഷ്യൂ ഐറ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നിരിക്കണം ബിൻ കാർഡ് അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് റെക്കോർഡിംഗ് മെറ്റീരിയൽസ് ഇൻ ബിൻ കാർഡ് സ്റ്റോർ കീപ്പർ അത് എന്ത് ചെയ്യണം, മെറ്റീരിയൽ റിക്വസിഷൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് സെൻഡ് റിക്വസിഷൻ നോട്ട് എന്തിന് ആർക്ക് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് സെൻഡ് ചെയ്യണം. സ്റ്റോർ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോർ റിട്ടേൺഡ് നോട്ട് അതേപോലെ തന്നെ ഗേറ്റ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. ഗേറ്റ് പാസ് എന്നുള്ളത് ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇഷ്യൂ ഓഫ് സ്റ്റോറായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രിസർവേഷൻ ഓഫ് സ്റ്റോർസ്. പ്രിസർവേഷൻ ഓഫ് സ്റ്റോർസ് ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റോർ ഷുഡ് ബി പ്രോപ്പർലി പ്രിസർവ്ഡ്. അതിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ നോക്കാം. സെപ്പറേറ്റ് പ്ലേസ് ഉണ്ടായിരിക്കണം. ഓരോ ഐറ്റത്തിന് ഓരോ ടൈപ്പ് സ്റ്റോറിനും പ്രത്യേകം സ്ഥലം ഉണ്ടാവുക. സിസ്റ്റം ഓഫ് സെപ്പറേറ്റ് നമ്പറിംഗ് ബിൻ കാർഡ് should be adopted. സെപ്പറേറ്റ് നമ്പറിംഗ് ബിൻ കാർഡ് സിസ്റ്റത്തിന് ഒരു ബിൻ കാർഡിന് സെപ്പറേറ്റ് നമ്പറിംഗ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുക. ബിൻ കാർഡിന്റെ പ്രത്യേകത സ്റ്റോർ ഫോർ പ്രിസർവിങ് സ്റ്റോർസ് ഐറ്റം ബിൻ കാർഡ് തന്നെ യൂസ് ചെയ്യണം ഈ സ്റ്റോർ പ്രിസർവേഷന് വേണ്ടിയിട്ട്. ബിൻ കാർഡ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റോർസ്, റെസീറ്റ്, ഇഷ്യൂ, ബാലൻസ്. അതിൽ ബിൻ കാർഡ് കാണിക്കും റെസീറ്റ്, ഇഷ്യൂ, ബാലൻസ്. Store should be frequently checked by responsible official. Physical store verification and stock taking should be conducted at the end of the year. അതേപോലെ തന്നെ difference if any between actual stock and balance shown by the books explanation എന്ത് ചെയ്യാം ആവശ്യപ്പെടാം. should be called for from the storekeeper or difference adjusted or written off after getting sanction from the proper authority. അപ്പോൾ എന്താണ് പ്രിസർവേഷൻ സ്റ്റോറായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സെപ്പറേറ്റ് പ്ലേസ് ഉണ്ടാവുക. അതിനകത്തെ സിസ്റ്റം ഓഫ് സെപ്പറേറ്റ് നമ്പറിങ് ബിൻ കാർഡ് നമ്പറിങ് ചെയ്യുന്ന രീതി ഉണ്ടാവുക. ബിൻ കാർഡ് തന്നെ ഉപയോഗിക്കുക എന്തിന് പ്രിസർവേഷൻ സ്റ്റോറിന് വേണ്ടി. ബിൻ കാർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഇഷ്യൂ, പിന്നെ റിസീവ്ഡ്, ഇഷ്യൂ, ബാലൻസ് മൂന്നും കാണിക്കും സ്റ്റോർസിന്റെ. സ്റ്റോർ ഷുഡ് ബി ഫ്രീക്വന്റ്ലി ചെക്ക്ഡ് by responsible official. Physical store verification and stock taking ഓരോ കൊല്ലത്തിന്റെ അവസാനം at the end of the year. Difference if any എന്തെങ്കിലും ഉണ്ടെങ്കിൽ access stock and balance shown in the books. explanation എന്ത് ചെയ്യാം ആവശ്യപ്പെടാം, കോൾഡ് ഫോർ ചെയ്യാം. എക്സ്പ്ലനേഷൻ കോൾഡ് ഫോർ ചെയ്യാം. ഇനി അങ്ങനെയുള്ള ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, അത് പ്രോപ്പർ അതോറിറ്റിയുടെ സാങ്ഷനോട് കൂടി ആഫ്റ്റർ ഗെറ്റിംഗ് ദി സാങ്ഷൻ ഫ്രം ദി പ്രോപ്പർ അതോറിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, റിട്ടേൺ ഓഫ് ചെയ്യാം. ഇത്രയാണ് റിസർവേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് റെക്കോർഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർ റെക്കോർഡ്സ്. റെക്കോർഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർ റെക്കോർഡ്സ് അതായത് സ്റ്റോർ എന്നുള്ളത് പ്രോപ്പർലി എന്ത് ചെയ്യാൻ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതെന്നാണ്. അതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സെപ്പറേറ്റ് അക്കൗണ്ടന്റ് എന്തുണ്ടായിരിക്കണം, സ്റ്റോർസിന് ഉണ്ടായിരിക്കണം. മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് സ്റ്റോർ. മാത്രമല്ല യൂസ് ഓഫ് ബിൻ കാർഡ് എന്ത് ചെയ്യണം, എസെൻഷ്യൽ ഫോർ റെക്കോർഡിംഗ് റെസീറ്റ്സ് ഓഫ് ഗുഡ്, ഇഷ്യൂ ആൻഡ് ബാലൻസ് ഓഫ് സ്റ്റോർ. ബിൻ കാർഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റെസീറ്റ്, ഇഷ്യൂ അതുപോലെ തന്നെ ബാലൻസ് എന്നിവ രേഖപ്പെടുത്തി വെക്കാം. ആ സെപ്പറേറ്റ് ബിൻ കാർഡ് വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് എന്ത് ചെയ്യുക, ഷുഡ് ബി യൂസ്ഡ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്റ്റോർ ഐറ്റം. ഓരോ ടൈപ്പ് ഐറ്റത്തിനും ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത് ഉപയോഗിക്കാം. പിന്നെ സ്റ്റോർസ് ലെഡ്ജർ ഓൾസോ ടു ബി മെയിൻറ്റൈൻഡ് ബൈ ദി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് ലെഡ്ജർ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. Stores ledger account contains a record of the store's items received, issued, balance. Issued balance ഇതിൽ കാണിക്കും, received, issued, balance കാണിക്കും stores ledger അക്കൗണ്ടിൽ. Bin card should be checked and compared from time to time with the store record card. Store record card ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, എപ്പോഴും ബിൻ കാർഡ് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. Then a policy should be implemented. Policy implement ചെയ്യാൻ to ensure that storekeeper has no access in recording of stores ledger.
സ്റ്റോർ ലെഡ്ജർ റെക്കോർഡ് ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റോർ കീപ്പർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആക്സസ് ഉണ്ടാകാൻ പാടില്ല. അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റോർ ലെഡ്ജറിൽ സ്റ്റോർ കീപ്പർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആക്സസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സെപ്പറേറ്റ് അക്കൗണ്ടന്റ് ഉണ്ടാവുക, യൂസ് ഓഫ് ബിൻ കാർഡ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കാം, സ്റ്റോർ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. ബിൻ കാർഡ് ഷുഡ് ബി ചെക്ക്ഡ് ആൻഡ് കമ്പയർഡ് ഫ്രം ടൈം ടു ടൈം വിത്ത് സ്റ്റോർ റെക്കോർഡ് കാർഡ്. Policy should be implemented to ensure that storekeeper has no access in recording of store ledger in accounts department. ഇത്രയാണ് നമ്മൾ ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ. ജനറൽ പ്രിൻസിപ്പിൾസ് റിഗാർഡിംഗ് സ്റ്റോർസ്, receipt of stores, issue stores, then preservation of stores, recording and maintenance of stores. ഇത്രയാണുള്ളത്. Preservation of stores, recording and maintenance of store records. അതിൽ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ ജനറൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞത് കൺവീനിയൻറ്റ് പ്ലേസിൽ, പിന്നെ ഫെസിലിറ്റീസ്, ദെൻ സിസ്റ്റം ഓഫ് കോഡ് നമ്പേഴ്സ്, അഡ്മിഷൻ ഓഫ് എംപ്ലോയീസ്, ഫിസിക്കൽ വെരിഫിക്കേഷൻ, പർച്ചേസ് ഫംഗ്ഷൻ ആൻഡ് സ്റ്റോർ കീപ്പിംഗ് ഫംഗ്ഷൻ എന്തായിരിക്കുക, സെപ്പറേറ്റ് ആയിരിക്കുക. റെസീറ്റ് ഓഫ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, സ്റ്റോർ കീപ്പർ ഗുഡ്സ് റിസീവ് നോട്ട് ട്രിപ്പിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അത് ഒരു കോപ്പി ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റൊരു കോപ്പി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു കോപ്പി റിട്ടേൺ ചെയ്ത് വെക്കുന്നു. ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ അറൈവലിൽ എന്ത് ചെയ്യണം, സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. ഗുഡ്സ് റിസീവ്ഡ് അലോട്ടഡ് പ്ലേസിൽ എന്ത് ചെയ്യുക, അത് വെക്കുക. ദെൻ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റോർ ഐറ്റം ഷുഡ് നോട്ടഡ് ഇൻ ബിൻ കാർഡിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇഷ്യൂ സ്റ്റോറായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, റിക്വസിഷൻ സ്ലിപ്പിന് അഗേൻസ്റ്റ് ആണ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു. അതിൻ്റെ ഹെഡ് എന്ത് ചെയ്തിരിക്കണം, ഹെഡ് സൈൻ ചെയ്തിരിക്കണം. റിക്വസിഷൻ്റെ തന്നെ പ്രത്യേകത പല കളറിലായിരിക്കണം എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ ക്ലർക്ക് എന്നുണ്ടായിരിക്കണം, ഇഷ്യൂ ഓഫ് സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകണമെന്ന് പറഞ്ഞു. ആ ഇഷ്യൂവിന് ശേഷം റിക്വസിഷൻ സ്ലിപ്പ് എന്ത് ചെയ്യുന്നു അല്ലേ, റിക്വസിഷൻ സ്ലിപ്പിന് അഗേൻസ്റ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, ബിൻ കാർഡിൽ റെക്കോർഡ് ചെയ്യണം. മെറ്റീരിയൽ ബിൻ കാർഡ് റെക്കോർഡ് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് അവിടെ സെൻഡ് ചെയ്യണം, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെൻഡ് ചെയ്യണം. ഏതെങ്കിലും സ്റ്റോർ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ നോട്ടിൽ എന്ത് ചെയ്യും, രേഖപ്പെടുത്തി വെക്കുകയും ഗേറ്റ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യണം. ഗേറ്റിൻ്റെ പാസ് അത് ഇഷ്യൂ ചെയ്യേണ്ട പേഴ്സൺസ് ആരാണോ ഓതറൈസ്ഡ് അത് അവർക്ക് മാത്രമായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മളതിൽ പറഞ്ഞു. പ്രിസർവേഷൻ ഓഫ് സ്റ്റോറായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് പ്ലേസ്, അതുപോലെ സെപ്പറേറ്റ് നമ്പറിങ്, പിന്നെ സ്റ്റോർസ് ബിൻ കാർഡ് യൂസ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യുക, ഫിസിക്കൽ സ്റ്റോർ വെരിഫിക്കേഷൻ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക വർഷാവർഷം. ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുക. ദെൻ അത് ഡിഫറൻസ് തന്നെ റൈറ്റ് ഓഫ് ചെയ്യാം. ദെൻ റെക്കോർഡിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സ്റ്റോർ റെക്കോർഡ്സ് പറഞ്ഞു. സെപ്പറേറ്റ് അക്കൗണ്ടന്റ് എന്ത് ചെയ്തിരിക്കണം, ഷുഡ് ബി പ്രൊവൈഡ് ഫോർ മെയിൻറ്റെയിനിങ് ദി റെക്കോർഡ്സ് ഓഫ് സ്റ്റോർ. ദെൻ യൂസ് ബിൻ കാർഡ് യൂസ് ചെയ്യുക. ദെൻ സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും. ബിൻ കാർഡ് എന്ത് ചെയ്യണം, ചെക്ക് കമ്പയർ ചെയ്യണം അറ്റ് ടൈം ടു ടൈം സ്റ്റോർ റെക്കോർഡ് കാർഡുമായിട്ട്. പിന്നെ ആക്സസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റോർ കീപ്പർക്ക് ഒരിക്കലും തന്നെ സ്റ്റോർ ലെഡ്ജറിൽ എന്ത് ചെയ്യാൻ പാടില്ല, റെക്കോർഡ് ചെയ്യാനുള്ള ഒരവസരം ഉണ്ടാകാൻ പാടില്ല. ഇത്രയാണ് ഇതിൽ സ്റ്റോർസുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർണൽ ചെക്ക് സിസ്റ്റത്തിന് പറയാനുള്ളത്.